ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചുപോയ സർവ്വ തെറ്റുകുറ്റങ്ങൾ അത്യദാരനായ പടച്ച റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പരിപൂർണമായി മാപ്പ് തന്ന് മഗ്ഫിറത്ത് തന്ന് പൊരുത്തം തന്ന് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഇബാദത്തോടെ തഖ്വയോടെ ജീവിക്കാൻ, അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്തു നിന്ന് വിട പറയാൻ റബ്ബ് തആല നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. രോഗങ്ങൾ, മറ്റ് ബലാഅുകൾ, മുസീബത്തുകൾ, ഷർറുകൾ, അപകടങ്ങൾ, ആഫത്തുകൾ എല്ലാത്തിനും അള്ളാഹു ശിഫ തന്ന്, സലാമത്ത് തന്ന്, സമാധാനം തന്ന്, സൗഖ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പടച്ചവൻ ഖബറുകളിൽ സന്തോഷം നൽകട്ടെ. നാളെ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ ഉദാത്തമായ സ്വഭാവ ഗുണങ്ങളുള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ച് ഉണർത്തുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലൂടെ, പല ആയത്തുകളിലൂടെ യഥാർത്ഥ വിശ്വാസികളെ പരാമർശിക്കുന്ന ഇടങ്ങളിലും അല്ലാതെയും ഒക്കെ വിശ്വാസികളുടെ സ്വഭാവം അത് മാതൃകാപരമായ, ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ സ്വഭാവമായിരിക്കണം എന്ന് ആവർത്തിച്ച് അള്ളാഹു കൽപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ആയ ഒരു യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരും ഉദാരതയുള്ളവരും ആകണം എന്നുള്ളതാണ്. സൂറത്തു തഗാബുനിലെ 14-ാമത്തെ ആയത്തിലൂടെ വൈൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്യുക, അഫ്വ് ചെയ്യുക, മാപ്പ് ചെയ്യുക, പുറത്തു കൊടുക്കുക, ഇതൊക്കെ വിശ്വാസികളായ നമ്മുടെ സ്വഭാവമാകണം എന്ന് നമ്മെ ഉണർത്തുന്നുണ്ട്. നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റ രീതിയും അത് വിട്ടുവീഴ്ച മനോഭാവമുള്ളതാകണം, അഫ്വിൻ്റെതാകണം എന്നാണ്. ഈമാനില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, എന്ത് കാണിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഈമാനുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടതില്ല എന്നാണ്. നമുക്ക് നമ്മുടേതായ രീതി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്.
മുത്തുനബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, അങ്ങ് അഫ്വിനെ സ്വീകരിക്കണം. മുത്തുനബിയോടുള്ള നിർദ്ദേശമാണ്. നബിയെ, അങ്ങയുടെ സ്വഭാവം എങ്ങനെയുള്ള സ്വഭാവമാകണം? ഖുദിൽ അഫ്വ, അഫ്വിനെ സ്വീകരിക്കണം, വിട്ടുവീഴ്ചയെ സ്വീകരിക്കണം. വഅ്മുർ ബിൽ ഉർഫി, നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കണം. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകളെ തൊട്ട് പിന്തിരിഞ്ഞു കളയണം. അവരോട് ന്യായം പറയാനും അവരോട് തർക്കിക്കാനും അവരോട് സംസാരിച്ച് സമയം കളയാനും നിൽക്കരുത്, പിന്തിരിഞ്ഞു കളഞ്ഞേക്കണം. പരിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദിൽ അഫ്വ, അങ്ങയുടെ സ്വഭാവം അഫ്വുള്ള സ്വഭാവമാകണം. അതങ്ങനെ ആയിരുന്നു എന്നാണല്ലോ. റസൂലിന്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നു. ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു എന്നെപ്പോഴാണ് പറയാൻ പറ്റുന്നത്? പ്രതികരിക്കാനും മറുപടി കൊടുക്കാനും കഴിവും ആരോഗ്യവും തന്റേടവും ആൾബലവും ഒക്കെ ഉണ്ടായിരിക്കെ സാരമില്ല, നീ പൊയ്ക്കോ എന്ന് പറയുമ്പോഴാണ്. എനിക്ക് കുഴപ്പമില്ല, എല്ലാത്തിനും കഴിവുണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോ എനിക്ക് പ്രശ്നമില്ല എന്നൊരാളോട് പറയുമ്പോഴാണ്. നമ്മോട് അതിക്രമം കാണിച്ച, അപമര്യാദയായിട്ട് പെരുമാറിയ, മര്യാദകേട് കാണിച്ച ഒരാളോട് പ്രതികരിക്കാൻ കഴിവുണ്ടായിരിക്കെ ക്ഷമിച്ചിട്ട് സാരമില്ല, എനിക്ക് കുഴപ്പമില്ല, നീ പൊയ്ക്കോ എന്ന് പറയാൻ പറ്റുക. പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലരാണ്, അവർ നിസ്സഹായരാണ്. അവരെനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതിന് അതിന് വിട്ടുവീഴ്ച എന്നൊന്നും പറയാൻ പറ്റൂല. അവരുടെ കാര്യം അവർ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. റസൂലിന്റെ മക്ക ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞാൽ റസൂലും സഹാബത്തും ന്യൂനപക്ഷമാണ്. എതിരാളികളാണ് അവിടെ ഭൂരിപക്ഷം. അവർക്കാണ് അധികാരവും ശക്തിയും ഒക്കെ കൂടുതലുണ്ടായിരുന്നത് റസൂലിന്റെ മക്ക ജീവിത കാലഘട്ടം. പക്ഷെ മദീനയിൽ റസൂലും സഹാബത്തും ഭൂരിപക്ഷമായിരുന്നു. എല്ലാ അധികാരങ്ങളും അള്ളാന്റെ റസൂലിനായിരുന്നു. സർവാധികാരിയാണ് അള്ളാന്റെ റസൂൽ. എന്ത് തീരുമാനമെടുക്കാനും എന്തും ചെയ്യാനും ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ വേണമെങ്കിൽ തടഞ്ഞു വെക്കാനും കൊല്ലാനും ഒക്കെയുള്ള അധികാരം അള്ളാന്റെ റസൂലിനും മദീനയിലുണ്ടായിരുന്നു. പക്ഷേ ആ മദീനയിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് അഫ്വിന്റെ സ്വഭാവമായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരവേ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോ തന്റെ ആയുധം, തന്റെ വാള് മരത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ടിട്ട് ഉറങ്ങുമ്പോഴാണ് ഒരു ശത്രുവായ മനുഷ്യൻ വന്നിട്ട് റസൂലിന്റെ വാളെടുത്ത് ഊരി പിടിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചത്, മയ്യഅസിമുക മിന്നീ, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? വാളെന്റെ കയ്യിലാണ്, ആയുധം എന്റെ കയ്യിലാണ്, നീ നിരായുധനാണ്, എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അല്ലാഹ്, അല്ലാഹുണ്ട്. റസൂലിന്റെ ഉറച്ച ശബ്ദത്തിലുള്ള മറുപടി കേട്ട്
ആ മനുഷ്യൻ ആ ശത്രുവായ മനുഷ്യൻ വെപ്രാളപ്പെട്ടു പോയി എന്നാണ്. ആ ശബ്ദം കേട്ട അയാൾ പേടിച്ചു പോയി, കൈകൾ വറക്കാൻ തുടങ്ങി, വാള് നിലത്ത് ചാടി കയ്യിൽ നിന്ന്. റസൂൽ ആ വാളെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് തിരിച്ച് ആ മനുഷ്യനോട് ചോദിച്ചു, മയ്യഅസിമുക മിന്നീ, ഇനി നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? പേടിച്ചു വരച്ച മനുഷ്യൻ പറഞ്ഞു, ലാ അഹദ്, ആരുമില്ല നിന്നിൽ നിന്ന് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ രക്ഷപ്പെടുത്താൻ. ലാ അഹദ്, ആരുമില്ല. അതുകൊണ്ട് കുൻ ഖൈറ ആഖിദിൻ, വാള് പിടിച്ച ആളുകളിൽ നീ ഏറ്റവും മാന്യനാകണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഉഅഫു അന്നി, എന്നോട് പൊറുക്കണം, എന്റെ വിവരക്കേട് നീ പൊറുക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. സാരമില്ല, നീ പൊയ്ക്കോ, കുഴപ്പമില്ല, നീ പൊയ്ക്കോ, വെറുതെ വിട്ടുന്നാണ്. ആ മനുഷ്യൻ തന്റെ ഗോത്രത്തിലേക്ക് ചെന്നിട്ട് ആ മനുഷ്യന് സാധിക്കാവുന്ന ആളുകളെ എല്ലാം കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവരെല്ലാവരും കൂടി മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് മുസ്ലിമായി എന്നാണ്. ആ മനുഷ്യൻ സ്വന്തം ഗോത്രത്തിൽ ഗ്രാമത്തിൽ ചെന്നിട്ട് എല്ലാവരെയും കൂട്ടി വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് മുസ്ലിമായി എന്നാണ്. ലോകത്ത് ഇതിനേക്കാൾ മാന്യനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ അങ്ങനെയായിരുന്നു, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിനെ കവിതകളിലൂടെ ആക്ഷേപിച്ച മനുഷ്യനാണ് കഅബ് ബിൻ സുഹൈർ എന്ന പേരുള്ള വലിയ കവിയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. റസൂലിന്റെ വ്യക്തിത്വത്തെ വല്ലാതെ ആക്ഷേപിച്ച് കളിയാക്കിക്കൊണ്ട് കവിത എഴുതി അത് പാടി നടന്ന് അത് പ്രചരിപ്പിച്ച, വല്ലാതെ റസൂലിന്റെ മനസ്സിനെ വേദനിപ്പിച്ച മനുഷ്യനാണ്. അന്ന് ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന കാര്യം കവിത ഉള്ളതാണ്. കവികൾക്ക് വല്ലാത്ത ആരാധകരുണ്ടായിരുന്ന കാലഘട്ടമാണ്. കവിതയിലൂടെ എന്തു സാധിക്കും? ഒരാളെ വെളുപ്പിക്കാനും പറ്റും, ഒരാളെ കറുപ്പിക്കാനും പറ്റും, ഒരാളെ ഉയർത്താനും പറ്റും, ഒരാളെ താഴ്ത്താനും പറ്റും. ഇന്നത്തെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ചാനലുകളോ അതിനപ്പുറം ആളുകളുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ അന്ന് കവിതകൾക്ക് കഴിയുമായിരുന്നു. അതുപയോഗിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ വല്ലാതെ കളിയാക്കിക്കൊണ്ട് റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതിയ മനുഷ്യനാണ്. റസൂലിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചയാളാണ് കഅബ് ബിൻ സുഹൈർ. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. മദീന പള്ളിയിൽ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. ആളറിയാതെ വേഷം മാറിയിട്ടാണ് റസൂലിന്റെ മുന്നിൽ വന്നത്. റസൂലിനോട് ചേർന്നിരുത്തിട്ട് കഅബ് ചോദിച്ചു, നബിയേ, കഅബ് ബിൻ സുഹൈർ വല്ലാതെ അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ മനുഷ്യന്റെ മനസ്സ് മാറ്റിയിട്ട് അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവന്നാൽ ഫഹൽ അൻത ഖാബിലും മിൻഹു, സ്വീകരിക്കുവോ കഅബിനെ? വേഷപ്രച്ഛന്നനായിട്ടാണ് റസൂലിന്റെ മുന്നിൽ വന്ന് ഇരിക്കുന്നത്. ചോദിക്കാൻ, ഞാൻ കഅബിനെ കൊണ്ടുവരാം അങ്ങയുടെ മുന്നിൽ. വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങേ, അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കോ? അങ്ങ് കഅബിനെ സ്വീകരിക്കുമോ? റസൂല് പറഞ്ഞു, നഅം, ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. ചാടി എഴുന്നേറ്റിട്ട് കഅബ് പറഞ്ഞു, അനയാ റസൂലല്ലാഹ് കഅബ് ബിൻ സുഹൈർ, ഞാനാണ് റസൂലേ കഅബ് ബിൻ സുഹൈർ. പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറയാ, ഞാനാണ്. സഹാബത്ത് അത്ഭുതപ്പെട്ടു. അൻസാരിയായ സഹാബി വാള് എടുത്തിട്ട് ചാടി അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക്, ഞാൻ കൊല്ലട്ടെ നബിയേ ഈ മനുഷ്യനെ, ഞാൻ കൊല്ലട്ടെ നബിയേ. റസൂല് പറഞ്ഞു, കുഴപ്പമില്ല, നീ പൊയ്ക്കോ, നീ സ്വതന്ത്രനാണ്, നിന്നോട് പ്രതികാരമില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് പോലും അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. കൊല്ലൂന്ന് ഉറപ്പിച്ചിരുന്നതാണ് കഅബ്. കാരണം അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കഅബ് പോലും റസൂലിന്റെ മുന്നിൽ ഞാൻ ചെന്ന് പെട്ടാൽ എനിക്ക് മരണം ഉറപ്പാണ്, എനിക്ക് മരണം ഉറപ്പാണ്. അങ്ങനെ കഅബ് പോലും ഉറപ്പിച്ചിരുന്ന സാഹചര്യമാണ്.
നീ പൊയ്ക്കോ, കുഴപ്പമില്ല, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ കഅബ് പോലും വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. റസൂലിന്റെ മുന്നിൽ നിന്നിട്ട് കഅബ് അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ട് പാടി എന്നാണ് ആ സമയത്ത്. റസൂലിനെ പുകഴ്ത്തി പുകഴ്ത്തി പാട്ട് മദ്ഹ് ആലപിച്ച് ബാനത്ത് സുആദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ മദ്ഹ് കാവ്യം അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ നിന്നിട്ട് റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് കഅബ് ബിൻ സുഹൈർ പാടിയതാണ്. റസൂൽ എഴുന്നേറ്റ് വന്നിട്ട് താൻ പുതച്ചിരുന്ന ഷാളെടുത്ത് കഅബിനെ പുതപ്പിച്ചിട്ട് കഅബിനെ അഭിനന്ദിച്ചിട്ട് സമ്മാനം കൊടുത്തിട്ട് മടക്കി വിട്ടു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ സർവാധികാരിയാണ്. എന്തും ചെയ്യാന്നെയാ, ആരും ചോദിക്കാനില്ല എന്ന് മാത്രല്ല, തന്റെ അനുയായികൾ പോലും പ്രതീക്ഷിക്കുന്നത് അതാണ്. അവരെയൊക്കെ കൊല്ലണം, അവരെയൊന്നും വെറുതെ വിടരുത്. കാരണം അത്രത്തോളം ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാരമില്ല പോട്ടെ എന്ന് പറയാണ്. അബൂ സുഫിയാൻ ഒരിക്കൽ മദീനയിലേക്ക് വന്നു. അബൂ സുഫിയാൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഖുറൈശികളുടെ മക്കക്കാരുടെ പ്രതിനിധിയായി ഒരു വിഷയം സംസാരിക്കാനാണ് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. മദീനയിൽ റസൂലിന്റെ അടുക്ക വന്നു. മക്കക്കാര് പോലും പേടിച്ചിരിക്കണം. മുഹമ്മദ് അബൂ സുഫിയാനെ കൊല്ലോ അതല്ലെങ്കിൽ തടവിലാക്കോ? അവര് മക്കയിൽ ആശങ്കയോടെ കാരണം അത്രത്തോളം ഇടങ്ങേറാക്കിയിട്ടുണ്ട്. റസൂലിനെ കൊല്ലാൻ തീരുമാനിച്ച പ്ലാനിട്ട വിഭാഗത്തിന്റെ തലവനാണ് അബൂ സുഫിയാൻ. ആ കൂട്ടത്തിൽ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ട്. റസൂലിനെ കൊല്ലാൻ എന്നിട്ടാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ, കുട്ടിയായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വീട്ടിൽ വിരിപ്പിൽ കിടത്തിയിട്ട് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം രക്ഷപ്പെട്ട് മദീനയിലേക്ക് ഹിജ്റ വന്നു. കൊല്ലാൻ വേണ്ടിയാണ്. അബൂ സുഫിയാനൊക്കെ നേതൃത്വത്തിലുണ്ട്. സഹാബത്തിന്റെ സമ്പത്ത് മുഴുവനും മക്കയിൽ പിടിച്ചു വച്ചിട്ടുള്ളത്, അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ അബൂ സുഫിയാനൊക്കെയാണ്. സഹാബത്തിന്റെ സമ്പത്തെല്ലാം അതെല്ലാം ഇവര് ഈ മക്കക്കാര് പിടിച്ചു വെച്ചിട്ട് അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്പത്തെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അബൂ സുഫിയാനാണ് കടന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ടു വന്നിട്ടും മദീനയിൽ ജീവിക്കാൻ സമ്മതിക്കാതെ ഇവിടെ വന്നിട്ട് ബദറിലും ഉഹദിലും നമ്മോട് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്ത നേതൃത്വമാണ് അബൂ സുഫിയാൻ എന്നുള്ളത്. മദീനയിൽ വന്നിട്ടും ഇവിടെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ മക്കേന്ന് വലിയ സൈന്യമായിട്ട് വന്നിട്ട് മദീനയിൽ വന്നിട്ട് യുദ്ധം ചെയ്ത അങ്ങനത്തെ ആളുകളുടെ നേതാവാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല റസൂലിന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ പിതൃവ്യൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മഹാനവറുകളുടെ ശംഖ് വെട്ടിപ്പൊളിച്ചിട്ട് പച്ചക്കരളെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദ് എന്ന പെണ്ണിന്റെ ഭർത്താവാണ് അബൂ സുഫിയാൻ. ഹിന്ദിന്റെ ഭർത്താവാണ് അബൂ സുഫിയാനാണ് മക്കയിൽ മദീനയിലേക്ക് ഈ റസൂലിന്റെ സഹാബത്തിന്റെ അടുക്കലേക്ക് പോയിട്ടുള്ളത്. മക്കക്കാര് പോലും പേടിച്ചാ നിൽക്കുന്നത്. മക്കക്കാർ അബൂ സുഫിയാൻ എന്തെങ്കിലും ചെയ്യോ കൊല്ലോ, ഏറ്റവും ചുരുങ്ങിയത് പിടിച്ചടക്കുക എന്നെങ്കിലും അറസ്റ്റ് ചെയ്യുക തന്നെങ്കിലും ചെയ്യും എന്ന് ഉറപ്പിച്ചിരിക്കുക. കാരണം അതിന് മാത്രം ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രോമത്തിനു പോലും കേടുവരാതെ അബൂ സുഫിയാനെ മദീനയിൽ നിന്നും മക്കയിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്, ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല എന്നാണ്. ആകത്തിരി ഗൗരവത്തോടെ വർത്താനം പറഞ്ഞത് അബൂ സുഫിയാന്റെ മകളാണ് ഉമ്മു ഹബീബ ബീവി.
റസൂലിന്റെ ഭാര്യയായിരുന്നു. അബൂ സുഫിയാന്റെ മകള് റസൂലിന്റെ ഭാര്യയാണ്, ഉമ്മു ഹബീബ ബീവി. ഈ വന്ന സമയത്ത് മകളെ കാണാൻ വേണ്ടി ചെന്നു. ആ ചെന്ന സമയത്ത് റസൂലിരിക്കുന്ന വിരിപ്പിൽ ഇരിക്കാൻ വേണ്ടി വാപ്പ വന്നപ്പോ ഉമ്മു ഹബീബ ബീവി ഓടി വന്നിട്ട് ആ വിരിപ്പ് മടക്കിക്കൊണ്ട് പോയി എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അതിലിരിക്കാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കായിട്ടില്ല. സ്വന്തം മോള് പറഞ്ഞു എന്നാണ്. അള്ളാന്റെ റസൂലിരിക്കുന്ന വിരിപ്പിലിരിക്കാനുള്ള യോഗ്യതയൊന്നും എന്റെ വാപ്പ എന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്കുണ്ട ഇല്ല എന്ന് പറഞ്ഞ് അല്പം ഗൗരവത്തോടെ സംസാരിച്ചത് ആ മകള് മാത്രമാണ്. അതല്ലാതെ ഒരു കുഞ്ഞു പോലും അപമര്യാദയായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം മദീനയിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. മടങ്ങിപ്പോയി, മക്കയിലേക്ക് മടങ്ങിപ്പോയി. മാത്രമല്ല ലോകത്തിനു മുഴുവനും മാതൃകയാകുന്ന ഉദാത്തമായ ഒരു പെരുമാറ്റ നടപടി മക്കം ഫതഹിന്റെ സമയത്ത് റസൂലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. ലോകത്തിനു മുഴുവനും മാതൃകയാകുന്ന ഒരു നടപടിയാണ്, പെരുമാറ്റമാണ്. മക്കക്കാര് മുഴുവനും റസൂലിന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന സമയമാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരുത്തരും അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ തലകുനിച്ച് നിൽക്കുക, കൊല്ലൂന്ന് ഉറപ്പാണ്. അവർക്കെല്ലാവർക്കും കൊല്ലൂന്ന് ഉറപ്പാണ്. കാരണം അതിനു മാത്രം മുഹമ്മദിനെ നമ്മൾ മുസ്ലിമീങ്ങളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണം ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. മുസ്ലിമീങ്ങൾ പോലും മുസ്ലിമീങ്ങളുടെ പതാക വാഹനായ ഉബാദത്ത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? അൽ യൗം, ഇന്നത്തെ ദിവസം, യൗമുൽ മൽഹമ, മക്കക്കാരോട് അവരുടെ കഴുത്തറുത്ത് രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന പ്രതികാരത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം. മുസ്ലിമീങ്ങളുടെ പതാക വാഹകനായ സഹാബത്തിന്റെ നേതൃത്വത്തിൽ പതാക പിടിച്ച് ഇസ്ലാമിന്റെ പതാക പിടിച്ചു നിൽക്കുന്ന സഅദ് ബിൻ ഉബാദ വിളിച്ചു പറയാൻ, ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, ഇന്ന് മക്കക്കാരുടെ കഴുത്തറുക്കുന്ന ദിവസമാണ്, പ്രതികാര നടപടി സ്വീകരിക്കുന്ന ദിവസമാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ സഹാബത്ത് മുസ്ലിമീങ്ങൾ പോലും ഇന്ന് നമ്മോട് അതിനുമാത്രം ഉപദ്രവം ചെയ്ത, നമ്മെ ഉപദ്രവിച്ച ഈ മക്കക്കാരോട് ഇന്ന് പ്രതികാരം ചെയ്യും എന്ന് മുസ്ലിമീങ്ങൾ സഹാബത്ത് പോലും ഉറപ്പിച്ചിരിക്കുന്ന സമയം, മക്കം ഫതഹിന്റെ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ വാചകം പോലും തിരുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല സഅദേ, അൽ യൗം, ഇന്നത്തെ ദിവസം, യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, രക്തച്ചൊരിച്ചിലിന്റെ ദിവസമല്ല. ഖുറൈശികളോട് മക്കക്കാരോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങളോട് പ്രതികാര നടപടിയില്ല. ഇദ്ഹബൂ വ അൻതും തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം. അതൊരു വല്ലാത്ത ഒരു നിലപാടാണ്. കാരണം ഒരു രാജ്യം മുഴുവൻ തന്റെ അധികാരത്തിൽ വന്ന്, ഭരണം മുഴുവൻ തന്റെ അധികാരത്തിൽ വന്ന്, ഇതുവരെ തന്നെ ഉപദ്രവിച്ച ആളുകളെല്ലാം തന്റെ മുന്നിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കാൻ. ആ ആളുകള് തമ്മ പറയുന്നുണ്ട്, കൊല്ലും, ഉറപ്പാണ്. അവര് തമ്മ പറയാ, കൊല്ലും ഉറപ്പാണ്, അതല്ലാതെ മറ്റെന്ത് തീരുമാനം. ആളുകൾ മാത്രമല്ല, മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, സാരമില്ല, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ സ്വതന്ത്രരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മക്കയിലെ ജീവിത സമയത്ത് കഅബയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി അതിയായ ആഗ്രഹമുണ്ടായിട്ട് ഉസ്മാൻ ബിൻ തൽഹ എന്ന താക്കോല് സൂക്ഷിപ്പുകാരന്റെ അടുക്കൽ ചെന്നിട്ട് റസൂൽ താക്കോലെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ അപമാനിച്ചിട്ട് കളിയാക്കി വിട്ടു എന്നാണ്. അള്ളാന്റെ റസൂലിന് താക്കോല് കൊടുത്തില്ല. കഅബാലയത്തിന്റെ ഉള്ളിൽ കയറാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ആ മനുഷ്യനും ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ മരണം ഉറപ്പിച്ചു നിൽക്കുന്നുണ്ട്. റസൂൽ എന്താ ചെയ്തത്? മനുഷ്യന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി കഅബാലയൊക്കെ തുറന്നു. എല്ലാം കഴിഞ്ഞിട്ട് ആ താക്കോല്
ആ മനുഷ്യന് തന്നെ ഉസ്മാൻ ബിൻ തൽഹക്ക് തന്നെ അള്ളാന്റെ റസൂല് തിരിച്ചേൽപ്പിച്ചു എന്നാണ്. നീ തന്നെ സൂക്ഷിച്ചോ. ഇന്നും കഅബാലയത്തിന്റെ താക്കോല് സൗദി ഗവൺമെന്റിന്റെ അധികാരത്തിലല്ല. ഇന്നും ഉസ്മാൻ ബിൻ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരുടെ കയ്യിലാണ്. അവരാണ് കഅബാലയം തുറക്കുന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു? അഫ്വിന്റെ സ്വഭാവമായിരുന്നു അള്ളാന്റെ റസൂലിന്. റസൂലിന് ഇങ്ങനെ ഉദാത്തമായ സ്വഭാവമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണ്? റസൂൽ എങ്ങനെ മഹാനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണോ? റസൂല് വലിയ ആളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഇങ്ങനെ റസൂലിന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത്? അതിനുവേണ്ടി മാത്രമല്ലല്ലോ. നാം ഓരോരുത്തരുടെയും സ്വഭാവം ആ നിലക്ക് അള്ളാന്റെ റസൂലിന്റെ ആ സ്വഭാവ ഗുണമുള്ളവരായി നാം ഓരോരുത്തരും മാറാൻ വേണ്ടി അതിനുവേണ്ടി കൂടിയാണല്ലോ. നമ്മുടെ സ്വഭാവം റസൂലിന്റെ സ്വഭാവം തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് ഇടക്കിടക്കൊക്കെ ഒന്ന് ആലോചിക്കാനല്ലേ. റസൂല് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉഅ്ഫു അമ്മൻ ളലമക, നിന്നോട് അക്രമം കാണിച്ചവരോട് നീ അഫു ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം. വസിൽ മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ചേർക്കണം. വഅഹ്സിൻ ഇലാ മൻ നസാഅ ഇലൈക, നിന്നോട് മര്യാദകേട് കാണിച്ചവരോട് നീ തിരിച്ചു നന്മ ചെയ്യണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു. മുസ്ലിമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി മിണ്ടുകയും ബന്ധം സ്ഥാപിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മുസ്ലിമിന്റെ സ്വഭാവം. റസൂല് പഠിപ്പിച്ചിരുന്നത് അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയലല്ല. ഞാനല്ലല്ലോ, അവനല്ലേ കുഴപ്പമുണ്ടാക്കിയത്, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നല്ല. ഞാനല്ലല്ലോ, അവൻ ബന്ധം മുറിച്ചോ എന്നാൽ ഞാനും അവനും തമ്മിൽ ഇനി മരണം വരെ ഒരു ബന്ധമില്ല. അവൻ എന്നെ കളിയാക്കിയോ, അവസരം കിട്ടും എനിക്കും അവനെ കളിയാക്കാൻ, അവനെ പരിഹസിക്കാൻ, ആളുകളുടെ മുന്നിൽ അവനെ കൊച്ചാക്കാൻ എനിക്കും അവസരം കിട്ടും. ഞാനത് കാത്തിരിക്കാൻ. അവൻ എന്നെ തല്ലിയോ, അവസരം കിട്ടുമ്പോ ഞാനും അതിന് പ്രതികാരം ചെയ്യും. മുസ്ലിം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മുസ്ലിം അങ്ങനെ വൽ ആഫീന അനിന്നാസ്. ഈ മിമ്പറിന്റെ മുന്നിൽ, ഈ മൈക്കിന്റെ മുന്നിൽ, നിങ്ങളുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയം ഇതാണ്. നിസ്കാരത്തെ പറ്റി പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയം ഇതാണ്. അതിന് പോസിറ്റീവായ റിസൾട്ടുകൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിന് നമുക്കെല്ലാവർക്കും വല്ലാതെ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ്. പോസിറ്റീവായ റിസൾട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ സ്നേഹവും ഐക്യവും പൊരുത്തവും വിട്ടുവീഴ്ച മനോഭാവവും എക്കാലവും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂല് ഗ്യാരണ്ടി തരുന്ന 3 കാര്യങ്ങളുണ്ട്. ഇതുകൂടി പറയാൻ ഗ്യാരണ്ടി തരുന്ന 3 കാര്യങ്ങൾ. മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, മാ നഖസത് സദഖത്തുൻ, സദഖ കുറയ്ക്കില്ല. മിൻ മാലിൻ, നിങ്ങളുടെ സമ്പത്ത് കുറയ്ക്കില്ല. റസൂൽ ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന കാര്യമാണ്. സദക്ക കൊടുത്താൽ ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് കുറയില്ല. അതൊരു വിശ്വാസമാണ് നമ്മുടെ. ആ വിശ്വാസത്തോടെ ആരൊക്കെ കൊടുക്കുന്നുണ്ടോ അവർക്ക് റിസൾട്ട് ഉറപ്പാണ്. ആ വിശ്വാസം ഇല്ലാതെ കൊടുത്താൽ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പള്ളിക്കാരോ അല്ലാതെ ആരെങ്കിലും പിരിവിനൊന്നു അവർ 25,000 പ്രതീക്ഷിക്കുന്നത്, നമ്മൾ 1000 പറഞ്ഞു. അവസാനം കച്ചവടം ഒരു 5000-ലിട്ട് മുറിച്ചു. പൊലിഞ്ഞു പോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത. അല്ലെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ ആളുകൾ എന്ന് വിചാരിച്ച ആ മനസ്സോടെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ഒന്നും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഞാൻ കൊടുക്കുന്നത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ഞാൻ കൊടുത്താൽ എനിക്ക് കുറയില്ല എന്ന് അള്ളാന്റെ റസൂൽ എനിക്ക് ഗ്യാരണ്ടി തന്നതാണ്. അങ്ങനെ ഒരു ഉറപ്പോടെ ആ വിശ്വാസം എങ്കിൽ നമുക്ക് ഉറപ്പാണ്. രണ്ടാമത് റസൂല് പറഞ്ഞു, വമാ സാദല്ലാഹു അബ്ദുൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, വിട്ടുവീഴ്ച ചെയ്തു എന്ന് വിചാരിച്ച് അള്ളാഹു ഒരു മനുഷ്യന് ഇസ്സത്തല്ലാതെ പ്രതാപമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. ചില കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു എന്ന് വെച്ച് ഒരു മനുഷ്യന് ഔന്നത്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? കുറെ അനുയായികളോ സമ്പത്തോ ഒക്കെ ഉണ്ടായി എന്ന് വിചാരിച്ചൊന്നുമല്ല.
ആളുകളോട് പോട്ടെ സാരമില്ല എന്ന് പറയാൻ ഉള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ കൂടിയാണ്. മൂന്നാമതൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹുവിനെ ഓർത്ത് പടച്ചവന് വേണ്ടി ആരെങ്കിലും താഴ്ന്നു കൊടുത്താൽ ഇല്ലാ റഫഅഹുല്ലാഹ്, അല്ലാഹു ഉയർത്തുക തന്നെ ചെയ്യും. പടച്ചവനെ ഓർത്ത് നമ്മളൊന്ന് താഴാൻ തയ്യാറായാൽ, നമ്മളൊന്ന് അത് ഏത് വിഷയം, നമ്മളെ കുടുംബത്തിലാകട്ടെ, ചില കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് സോൾവിച്ച് അല്ലെങ്കിൽ താഴ്ന്നു കൊടുക്കുക. അത് കുടുംബത്തിലോ സമൂഹത്തിലോ സുഹൃത്തുക്കളോ ആയിട്ട് ബന്ധപ്പെട്ടോ സ്വന്തം ഭാര്യയുടെ അടുക്കലോ ആരുടെ അടുക്കലോ ആകട്ടെ, ഒന്നും സംഭവിക്കില്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഇല്ലാ റഫഅഹുല്ലാഹ്, അല്ലാഹു ഉയർത്തുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗ്യാരണ്ടിയോടെ നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.